സബ്സ്ക്രൈബ് ചെയ്ത ഓരോ ജനങ്ങളെ നിരാശപ്പെടുത്താതെ പുതിയ പുതിയ എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രേണു സുധിയുടെ മറ്റ് എക്സ്ക്ലൂസീവ് ഫോട്ടോകളും വീഡിയോകളും റിലീസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അറിയാലോ അല്ലേ? അത് ഞാൻ കാണിക്കാം, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഏതായാലും മറ്റു കുറച്ച് കാര്യങ്ങളുടെ രേണുവിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റുകൾ, രേണു സബ്സ്ക്രൈബ് കണ്ടന്റ് ഇട്ടു 45 രൂപയിൽ തുടങ്ങി 189 രൂപയിൽ ഞാനത് എടുത്തു. ഇപ്പൊ അത് 300 ആയെന്ന് കേൾക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് എടുത്ത് ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ രേണു ഇട്ട ഫോട്ടോസ് പുറത്ത് ലീക്ക് ചെയ്തു. ഞാൻ ചെയ്തതുപോലെ അത് ഒരുപാട് ആൾക്കാർ റിയാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ ചൊല്ലി രേണു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഞാൻ അവർ കുറച്ച് തന്നെ എനിക്ക് നെഗറ്റീവ്, അവർ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് റിയാക്ഷനോളുകളുണ്ടല്ലോ എനിക്ക് നെഗറ്റീവ് അടിക്കുന്ന കുറേ കണ്ടന്റുകൾ. ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പിന്നെ അവന്മാർക്കും അവൾമാർക്കും എല്ലാം അങ്ങ് ആദിയാണ്. എന്താണ് എനിക്ക് ഒരാദ്യമില്ല. നമുക്കറിയാം നിങ്ങൾ എന്തിനാണ് ചെയ്യാൻ പോകുന്നത്. ഒരാദ്യമില്ല, ചുമ്മാതാണത്. നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു ആദ്യമില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർക്കാണ് വല്ലതും പറ്റിയാലോ എന്നൊരു സാധനം വരുന്നേ. നമുക്ക് ഒരു സാധനമില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. ഈ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റിനകത്ത് ഈ ഒരു നമ്മളല്ലാതെ നോർമൽ വീഡിയോ ചെയ്യുന്ന ഇമേജസ് ഇടുന്ന അത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ഇടാൻ പറ്റൂ. അതിലപ്പുറം ആയി കഴിഞ്ഞാൽ ആ സാധനം അടിച്ചു പോകും. സോ അത് തന്നെ ചെയ്യാൻ പറ്റൂ. പക്ഷെ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് സാധനങ്ങൾ, ഇത്രയുള്ള സംഭവം. നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഇല്ല. ഒന്നിച്ചാണ് നമുക്കാർക്കും ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഇല്ല. ഇത് നിങ്ങൾ സ്നേഹിക്കുന്നവർക്കാണ് ആ ഒരു സാധനം. ചാരപ്രവൃത്തി ഉണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അവന്മാർ തന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തായിരിക്കും. എന്തായാലും ഞാനെടുത്ത പോസ്റ്റൊക്കെ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒത്തിരി താങ്ക്സ് എനിക്ക് വേണ്ടി പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യുന്നതിന്. ഒരുപാട് വിശാല മനസ്കനായ ആശാൻ രേണുവിന്റെ നന്ദി സ്വീകരിച്ചിരിക്കുന്നു. ഞാനാണ് സബ്സ്ക്രൈബ് ചെയ്ത് പുറത്തെടുത്തതിൽ ഒരാൾ. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും രേണു അതിന് പ്രത്യേകമായി നന്ദി പറയുന്നുണ്ട്. നന്ദിക്ക് ശേഷം ബാക്കി കേൾക്കണം. അല്ലെ, ബാക്കി നമുക്ക് കേൾക്കാം. താങ്ക് യു സോ മച്ച്. നെഗറ്റീവ് പറയുന്ന കുറച്ച് പേര്, നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുന്ന കുറച്ച് പേര് വ്ളോഗേഴ്സ്, താങ്ക് യു സോ മച്ച്. എനിവേ ഞാൻ എങ്ങനെയാണ് ജീവിച്ചു പോട്ടടാ. നിന്റെ ഒക്കെ വീട്ടിൽ വന്ന് ഇറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. യെസ്, ഓഫ് കോഴ്സ് ഇറക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും, നമ്മൾ എന്താ ചെയ്യുന്നത്? വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുന്നു. വല്ലവന്മാരും അവന്മാരുടെ കാശിൽ ഡേറ്റ ചെയ്ത് ആ ഡേറ്റയിൽ നമുക്ക് കാണുന്നത് കൊണ്ടാണ് നമുക്ക് വരുമാനം. ഇപ്പൊ രേണു സബ്സ്ക്രൈബ് സാധനം ചെയ്യുമ്പോഴത്തേനും നമ്മളോട് നീ ചെയ്യണേടാ എന്ന് പറയുന്നുണ്ട്. രേണു തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റുകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തക്കാരോടും വീട്ടുകാരോടും നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടില്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് ഇറക്കൽ. ഞാനും ഇറക്കുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നില്ലേ? വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കട്ടാ. അതാണ് ഇറക്കൽ. ആ ഇറക്കൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. രേണു ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയല്ലേ രേണു. നിങ്ങൾക്ക് നിന്റെ കാര്യം നോക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. അവന്മാർക്ക് എന്റെ കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കണം. സോ അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിവേ എന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ എന്ന് അറിയത്തില്ല, ഇനി ചാരപ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാനിടുന്ന പോസ്റ്റിൽ അവന്മാർക്ക് കിട്ടുന്നുണ്ട്. എനിവേ എനിക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഫ്രീ പ്രമോഷൻ. രേണു സബ്സ്ക്രിപ്ഷൻ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എന്നാണ്, അത് പോട്ടെ. ഫ്രീ പ്രമോഷൻ. എന്റെ പൊന്നി രേണു, ഏതോ ഒരു സിനിമയിൽ ആരോ ഇംഗ്ലീഷ് വാക്കുകൾ തെറ്റിച്ച് പറയുന്നതും ജഗദീഷ് ശ്രീകുമാർ അതിനെല്ലാം തിരുത്തി കൊടുക്കുന്ന രംഗങ്ങളുമാണ് എനിക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്ന ഈ പോസ്റ്റില്ലേ, ഇതിന് രേണു ഇട്ടിരിക്കുന്ന ടൈറ്റിൽ എന്തെന്നറിയുവോ? ഇതാണ്ടേ, സബ് പ്രമാഷൻ, PRAMOTA. താങ്കൾ ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുക, അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. ഇത് ഏത് വാക്കിത്? പ്രീ പ്രമാഷൻ, പ്രമോഷൻ. നമ്മൾ പറയുന്നത് വെച്ചിട്ടില്ല. PRAMOTION. ഓക്കെ, പോട്ടെ, അക്ഷരാഭ്യാസം ഇല്ലാത്തതിന്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോ രേണു ഈ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇപ്പോ കത്തി നിൽക്കുന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ, രേണു തന്റെ പ്രൊഫൈലിന്റെ സുധിച്ചേട്ടന്റെ പേര് അങ്ങ് മാറ്റി. ആദ്യം രേണു ഇട്ടിരുന്ന പേരുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതാ സുധിച്ചേട്ടൻ ഇതിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു സുധിച്ചേട്ടൻ ഫോട്ടോ മാറ്റ്, സുധിച്ചേട്ടന്റെ പേര് നിന്റെ വാലിയിൽ എടുത്ത് മാറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേനും രേണു പറയുന്ന മറുപടി ഞാൻ കാണിക്കാം. പക്ഷെ ഏതായാലും രേണു തന്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയതാ, രേണുവിന്റെ സുന്ദര കോമളായ ഒരു ഫോട്ടോ ഇട്ടിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഇനി സുധി വേണ്ട, രേണു അത് മതി എന്നൊരു സ്റ്റാൻഡിലേക്ക് പുള്ളിക്കാരി എത്തിയിട്ടുണ്ട്. മാറ്റം കേട്ടോ, മാറ്റുന്നതൊന്നും കുഴപ്പമില്ല. പുള്ളിക്കാരി ആദ്യം ഫോണിൽ ഭർത്താവിന്റെ ഫോട്ടോ മാറ്റി കർത്താവിന്റെ ഫോട്ടോ ഇട്ടു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭർത്താവിന്റെ ഫോട്ടോ മാറ്റി സ്വന്തം ഫോട്ടോ ഇട്ടു. പുള്ളിക്കാരി മാറ്റം ഇല്ലാത്ത മാറ്റത്തിന് മാത്രം പുള്ളിക്കാരി മാറ്റിക്കോട്ടെ, മാറ്റുന്നത് നല്ല കാര്യമാണ്. ഇടക്കിടക്ക് മാറ്റണം, മാറ്റിയാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഒരുപാട് താളം വിടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി രേണുവിനോട് കുറെ ആൾക്കാർ പറയുന്നു സുധിച്ചേട്ടന്റെ പേരെടുത്ത് മാറ്റി രേണു അത് മതി, അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ അത് മതി. അപ്പൊ രേണു ഇല്ല, സുധി എന്റെ ഭർത്താവാണ്,
എന്റെ ഭർത്താവിന്റെ സാമാനം കാത്തു സൂക്ഷിക്കല്ല, പേര് കാത്തു സൂക്ഷിക്കുന്നത്, കാത്തു സൂക്ഷിക്കല്ല രേണു ചെയ്യുന്നത്, പേര് കളങ്കപ്പെടുത്തുന്നത് എനിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞിട്ട് രേണു വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് രണ്ട് വീഡിയോ നമുക്ക് കണ്ടിട്ട് നമുക്ക് ആ രേഖകളിലേക്ക് പോവാം. പേരിന്റെ കുറെ പേര് വ്ളോഗേഴ്സ്, അതായത് എന്നെ നെഗറ്റീവ് പറയുന്ന കുറെ വ്ളോഗേഴ്സ് പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് മാറ്റുന്നത്. എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. നിയമപരമായി കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റ് രേണു കാണിച്ചു. സർട്ടിഫിക്കറ്റിലേക്ക് ഞാൻ വരാം കേട്ടോ, ബാക്കി ഒന്ന് കണ്ടിട്ട് ഞാൻ വരാം സർട്ടിഫിക്കറ്റിലേക്ക്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവുകൾക്ക് എടുത്ത് ട്രോളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. രേണു ഇട്ടു കൊടുത്തതാ നെഗറ്റീവുകൾക്ക് ട്രോളാനായിട്ട്. ഗ്രൂമും ബ്രൈഡും തെറ്റി മനസ്സിലായില്ലോ എന്ത് സംഭവം. നമുക്ക് ആദ്യം ഈ ഗ്രൂമും ബ്രൈഡും തെറ്റിച്ചു പറഞ്ഞ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അല്ല രേണു സുധി വന്നത് കുറെ പേര് എന്താ പറയാ പ്രശ്നം, രേണു മാത്രം മതി സുധി മാറ്റുന്നത്. എന്റെ ഹസ്ബൻഡാണ് സുധിച്ചേട്ടൻ. ഓക്കെ, ഇതെന്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്. നോക്കൂ, അതായത് ദ ഫോർത്ത് ഷെഡ്യൂൾ സി സെക്ഷൻ 13 ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ്. നോക്കൂ, അത്രയൊക്കെ വായിച്ചു കേട്ടോ പുള്ളിക്കാരി, അത്രയൊക്കെ വായിച്ചെടുത്തു. അതൊന്നും സംഭവം തന്നെ. പ്രീ പ്രമോഷൻ അവർക്ക് വായിച്ചെടുത്തു. അതല്ല, പ്രീ പ്രമോഷൻ അല്ല, സബ് പ്രമാഷൻ, PRA മാഷൻ. ഇത് എന്തൊരു വാക്കടയത്. ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ്. ഓക്കെ, സന്തോഷ് കുമാർ സാഹു മാരേജ് ഓഫീസർ ഫോർ തെങ്ങണ ഹിയർ ബൈ സർട്ടിഫിക്കറ്റ് ഓൺ ദ 17th day of May 28 സുധി ശിവദാസൻ ദാസ് വലിയവള വടക്കേത് മങ്ങാട് PO അഡ്രസ് പ്രസൻസ് ഓഫ് 3 വിറ്റ്നസ് ഹു ഹാസ് സൈൻഡ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വാസ് ഉണ്ടോ. നോക്കും, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ് ഇതാണ്ട്. സുധി ചേട്ടനെ ബ്രൈഡാക്കി. എന്റെ പ്രിയ സുഹൃത്തെ, പുരുഷനെ പറയുന്നത് ഗ്രൂം എന്നാണ്, സ്ത്രീയെ പറയുന്നത് ബ്രൈഡ് എന്ന്. ഇപ്പോ പല പല ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോകളും പോയി ഇനോഗ്രേറ്റ് ചെയ്ത ആളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇട്ട് തന്നെ കേട്ടോ. ഈ ഇട്ട് തന്നതിലേക്ക് ഞാൻ വരാം, നമുക്ക് ബാക്കി കേൾക്കാം. ഗ്രൂം രേണു സുധി. ഗ്രൂം രേണു സുധി. നിങ്ങള് എന്താ ഹെയർ ഹോസ്റ്റസ് എന്തിനു പഠിച്ചെന്നാ പറഞ്ഞിരുന്നേ? നല്ല മികച്ചതായിട്ടുണ്ട്, മികച്ചത്. ഇപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റിൽ എനിക്ക് സംശയമുണ്ട്. ആ സർട്ടിഫിക്കറ്റ് നമ്മളൊന്ന് കാണിക്കാൻ പറ്റുമോ? അല്ല ഏവിയേഷനോ എന്താണ്ട് പഠിച്ച് പാസ്സായെന്ന് പറഞ്ഞല്ലോ, അതിന്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണാനുള്ള കൊതിയുണ്ടാ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നേ. മര്യാദക്ക് മിണ്ടാൻ മൂലിക്കുന്നെങ്കിൽ നമുക്ക് ഈ സംശയങ്ങളൊന്നും തോന്നൂലായിരുന്നു. രേഷ്മ പി തങ്കച്ചൻ എന്റെ ഒറിജിനൽ നെയിം. ഓക്കെ, എന്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചെന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഞങ്ങളുടെ. മനസ്സിലായോ? അല്ല എത്ര നാൾ ഇനി ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചോ നടക്കുന്നതാ. ഓക്കെ, നമുക്ക് രേണു കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു ചാനൽ ഇന്റർവ്യൂ വന്നപ്പോഴത്തേനും രേണു സുധിയെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു വിവാദം വരികയും രേണു അപ്പോഴും ആ സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചോണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് അപ്പം പൊക്കി പിടിച്ച ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് നമുക്ക് ഈ ബ്രൈഡും ഗ്രൂമും തിരിഞ്ഞു പോയില്ലയോ? അതിലേക്ക് വരാം. സബ് പ്രമാഷൻ തെറ്റിപ്പോയത് അത് ഇട്ടു കൊടുത്തതാ. നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൂടി കണ്ടിട്ട് നമുക്ക് ഇട്ടുപോയ വീഡിയോയിലേക്ക് ഒന്ന് വെക്കാം. അപ്പൊ നമുക്ക് അത് കൊടുക്കണം. സുധിയുടെ വൈഫാണ് ഞാൻ. കാരണം അത് ലീഗലി എന്നെ മാത്രമേ സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു വെച്ചത് കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ്. ഇതൊരു 9 മാസം മുമ്പ് വന്ന സാമാന്യമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അന്നു മുതൽ രേണു ഇതാണ് എന്റെ കയ്യിലെ രേഖ, ഇതാണ് രേഖ എന്നും പറഞ്ഞുകൊണ്ട് ഈ രേഖ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ രേണു കാണിക്കുന്ന ഈ ഒരു രേഖ വെച്ചും എത്ര നാൾ നിങ്ങൾ ഈ ഒരു രേഖ വെച്ചോണ്ട് ഓടിക്കും? കാണിക്കുക നോക്കട്ടെ. സർട്ടിഫിക്കറ്റ് ഉണ്ട്, കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ്. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുധി ശിവദാസ്. ബ്രൈഡിന്റെ ഒപ്പ് സുധി. ഇവിടെ അത് തന്നെയായിട്ട് പറഞ്ഞത്. അപ്പോ 9 മാസം മുമ്പും ഇപ്പോഴും രേണുവിന്റെ ചിന്താഗതി വെച്ചിട്ട് ബ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിയാണ് ബ്രൈഡ്, രേണു ഗ്രൂമാണ്. രേണു അന്നും ഇത് തന്നെയാണ്. അപ്പൊ അത് അബദ്ധത്തിൽ തെറ്റിയതോ ഇട്ട് കൊടുത്തതോ അല്ല. തനിക്കത് അറിയത്തില്ലായിരുന്നു. അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. മനസ്സിലായോ? ബ്രൈഡ്. അപ്പം ബ്രൈഡ് ഗ്രൂം സുധി ശിവദാസ് ദാസ്. രേഷ്മ എന്നാണ് എന്റെ ഒഫീഷ്യൽ നെയിം, രേഷ്മ തങ്കച്ചൻ. അത് വേണ്ടേ ബ്രൈഡ് ഒപ്പ്. പിന്നെ സാക്ഷി. നിങ്ങൾ രണ്ടും ബ്രൈഡ് ആയിരുന്നു? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. കൊല്ലം സുധി ബ്രൈഡ് ഗ്രൂം, ഞാൻ ബ്രൈഡ്. ഇതിന് നമ്മുടെ നാട്ടിൽ സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് സിഗ്നേച്ചർ ഒന്നല്ല. നമുക്ക് ഈ സർട്ടിഫിക്കറ്റിലേക്ക് പോവാം. ഈ സർട്ടിഫിക്കറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഇതാണ് കാണിച്ച സർട്ടിഫിക്കറ്റ്.
ഈ സർട്ടിഫിക്കറ്റിനകത്ത് സുധി ശിവദാസൻ ദാസ് എന്ന് പറഞ്ഞിട്ട് ബ്രൈഡ് ഗ്രൂം എന്ന് അവർ ആ സർട്ടിഫിക്കറ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. താഴെ രേഷ്മ പി തങ്കച്ചൻ ബ്രൈഡ് എന്ന് പറഞ്ഞ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് രേണു രണ്ടും ഒന്നാണല്ലോ, രേണു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുധിച്ചേട്ടൻ ബ്രൈഡ്, ഞാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഏറെക്കുറെ നിവാരണമായിട്ടുണ്ട്. അപ്പോ രേണുവിന് ശരിക്കും ആ വിഷയത്തെ കുറിച്ച് വലിയ പിടിയില്ല, ആരാണ് ബ്രൈഡ് ആരാണ് ഗ്രൂം എന്നുള്ളത്. ഒരാൾക്ക് ഒരു സാധനം അറിയാത്തത് യാതൊരു തെറ്റുമില്ല, അത് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് വന്നിരുന്ന് ഞാൻ ഇട്ട് കൊടുത്തതെന്ന് പറയില്ല, നമുക്ക് ഇട്ട് കൊടുത്തു കാണാം. നെഗറ്റീവ് പറയുന്ന നെഗറ്റീവുകൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളല്ല നമ്മൾ വിളിച്ചു പറയുന്നത്. നെഗറ്റീവോളികൾ എന്നെ നെഗറ്റീവ് പറയുന്ന നെഗറ്റീവോളികൾ ലവന്മാര് 99 പേര് തെറ്റ്, ഞാൻ ഒരാളുണ്ടല്ലോ ഞാൻ ശരി ആണോ? ശരി, നെഗറ്റീവ് ഓളികൾ എന്താ ചെയ്തേ? ചേട്ടന്റെ പേര് മാറ്റുന്നത് എനിക്ക് സൗകര്യമില്ല, കാരണം എന്റെ ഹസ്ബൻഡിന്റെ പേരല്ലാതെ വേറെ വല്ലവരുടെ പേര് എനിക്ക് ചേർക്കാൻ പറ്റും. അതാണ് ഞാൻ നിയമപരമായിട്ട് ഞങ്ങൾ കല്യാണം കഴിച്ച ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചത്. പക്ഷെ അതിനകത്ത് തെറ്റിപ്പോയത് ഗ്രൂമും ബ്രൈഡും ഗ്രൂമുമായി എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണ്ടേ നെഗറ്റീവ് ഓളികൾക്ക് എടുത്ത് ബ്ലോഗാൻ ട്രോളാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇട്ട് കൊടുത്തതാ, എനിക്ക് തെറ്റ് പറ്റിയതല്ല, ഞാൻ ഇട്ടങ്ങ് കൊടുത്തതാ. എനിക്ക് ഫുൾ അറിയാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് എന്തിനും ചെയ്തല്ലേ, പുതിയ മനിത ഭൂമിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴെ സെറ്റാ. എനിക്ക് ഫുൾ ഡിക്ഷണറി വൊക്കാബുലറി മൊത്തം കാണാപ്പാടവാ. ഞാൻ തെറ്റ് പറഞ്ഞത് വൊക്കാബുലറി മൊത്തം കാണാപ്പാടവാ. ഗ്രൂം ആരാന്നും ബ്രൈഡ് ആരാന്നും പറയാനുള്ള വിദ്യാഭ്യാസം കേട്ടിട്ട് എനിക്ക്. പക്ഷെ എന്തായാലും വിദ്യാഭ്യാസം ഉണ്ട്. 9 മാസം മുമ്പ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ബ്രൈഡ് ആരാ ഗ്രൂം ആരാന്ന് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും പറയുന്നത്. നിങ്ങൾക്ക് ആ കണാപ്പ് അറിയത്തില്ല, അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറയണം. അറിയാത്ത കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞ് ഇമാതിരി ഷോ ഇറക്കി കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളൂടെ നാട്ടുകാർക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മളെ ട്രോളട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, മനഃപൂർവ്വം പറഞ്ഞത്. എനിക്കറിയാം ബ്രൈഡ് ആരാണ്, ഗ്രൂം ആരാണ്, സബ് പ്രമാഷൻ എന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഞാൻ ട്രോളാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തതാ. അതുകൊണ്ട് ഇനി എന്ത് തെറ്റിച്ചാലും അത് പറയാം, ഇട്ട് കൊടുത്തതാ. ഞാൻ അവർ ട്രോളിക്കട്ടെ, ഇട്ട് കൊടുത്തതാ. അപ്പൊ നമ്മൾ ശരി, രേണു പറയുന്ന ന്യായീകരണം ഓക്കെ, നമ്മൾ ട്രോളാൻ വേണ്ടി രേണു ഇട്ട് തന്നതാണ്. ദാറ്റ് മീൻസ് നമ്മൾ ട്രോളണമെന്ന് രേണുവിന് ആഗ്രഹമുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ കേട്ടല്ലോ, രേണുവിന് ഇഷ്ടമാണ് നമ്മൾ ട്രോളുന്നേ, മനസ്സിലായോ? രേണുവിനോട് ഇഷ്ടത്തിന് വേണ്ടിട്ട് നമ്മൾ ട്രോളിക്കൊണ്ടിരിക്കുന്നേ. കണ്ടന്റ് ആവട്ടെ, എന്നെ കൊണ്ട് ഉപജീവിക്കുന്ന കുറെ വ്ളോഗേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു ദിവസം ഞാൻ എന്റെ ഒരു വീഡിയോ കിട്ടിയില്ലെങ്കിൽ അവരെങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്ത് ഞാൻ ആകെ സങ്കടത്തിലാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ. അത് കറക്റ്റാ. ഇന്ന് ഞാൻ രേണുവിന്റെ വീഡിയോ ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇന്നലെ ഇത് നിങ്ങൾ കാണുന്ന ഇന്നാ. അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ എനിക്ക് കഞ്ഞി കിട്ടിയില്ല. ഇന്നലെ ഞാൻ അൽഫാമാണ് നിന്നത്. കഞ്ഞി കിട്ടണമെങ്കിൽ രേണുവിന്റെ സാധനം ചെയ്യണം. നമുക്ക് രേണു രേഖകൾ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, രേണുവിന്റെ കല്യാണ രേഖ. ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് രേണു രേഖ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ രേഖ ഒന്ന് കാണാം. എന്റെ ഫോണും താഴത്ത് രേണുവിന്റെ രേഖ കാരണം രേണുവിന്റെ രേഖ നമുക്ക് കാണും. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, ആ സാധനം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ രേഖ കാണിയില് നിങ്ങൾ കാണുന്നത് ഇതുമായിട്ടൊരു മാച്ച് ഇല്ലേ ഇതിന്? ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ചങ്ങല ചങ്ങല സ്വാമി ചങ്ങല, കാലുമ്മ ചങ്ങല ഓടിഞ്ഞു. ഇതേപോലെയല്ലേ നമുക്കത് ഫീൽ ചെയ്തത്. ചങ്ങല എവിടാന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, നമുക്കിനി രേണുവിന്റെ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റിലേക്ക് വരാം. രേണു സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേനും പല ആൾക്കാരും പറഞ്ഞു ഇതിനകത്ത് കുൽസിതമാണ് ഇടുന്നത്, കുൽസിതം എന്ന് പറഞ്ഞു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ പിന്നിലെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായിട്ടും കാണുക. ഞാൻ ഇവിടെ കണ്ട് ഐ ബട്ടൺ വരുമല്ലോ, അവിടെ കണ്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തേക്ക് റീച്ച് വരാൻ, സ്പെഷ്യലി ഈ സാധനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് എനിക്ക് പൈസ തന്ന് കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള സാധനമാണെന്ന് പറഞ്ഞ് രേണു ഇട്ടിരിക്കുന്ന സാധനമാണ്. രേണു ഇപ്പൊ ഓൾറെഡി കുറച്ച് ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റിന് അത് കുറച്ചും കൂടെ ഹോട്ട് സാധനം ഇടും. ഹോട്ട് സാധനം എന്തിനാ ഇടുന്നത്? ഈ ഹോട്ട് സാധനം ഇട്ടാലേ ആൾക്കാർ പൈസ മുടക്കി ആ ഹോട്ട് സാധനം കാണത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഹോട്ട് സാധനങ്ങൾ ഇടുന്നത്. എല്ലാവരും അങ്ങനെ ഇടണമെന്നില്ല, എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇമാതിരി ഹോട്ട് സാധനങ്ങൾ ഇടണമെന്നില്ല, ഇമാതിരി കുൽസിത ഇടണമെന്നില്ല. പക്ഷെ ചില ആൾക്കാർ ഇമാതിരി കുൽസിത ഇടും. കാരണം നമ്മൾ ഈ പൈസ കൊടുക്കുമ്പോഴത്തേക്കും ഈ പൈസ ഇപ്പൊ ഞാൻ 189 രൂപ കൊടുത്തിട്ടാണ് ഞാൻ കയറിയപ്പോ ഈ 189 രൂപയും രേണുവിന് കിട്ടത്തില്ല. അത് ഇൻസ്റ്റാഗ്രാം അവരെടുത്തിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെറ്റ ടീം എടുത്തിട്ട് അതിൽ നിന്നും അവരുടെ ലാഭം കഴിഞ്ഞ് ഒരു എമൗണ്ട് ആയിരിക്കും രേണുവിന് കൊടുക്കുന്നത്. അപ്പോ ഇതൊരു 1000 പേര് എടുത്തു കഴിഞ്ഞാൽ 1000 × 180 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരിക്ക് ഒരു മാസം എത്ര രൂപ കിട്ടുമെന്ന്. 1000 പേരായിട്ടില്ല കേട്ടോ, 500 എത്ര പേരേ ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് സബ്സ്ക്രൈബ്ഡ് വീഡിയോസ് കണ്ടന്റിലേക്ക് പോവാം. ഇതാണ് പുള്ളിക്കാരി ഇട്ട ഒരു സബ്സ്ക്രൈബ്ഡ് കണ്ടന്റ്. പുള്ളിക്കാരിയുടെ വയറ് വലിയ വിവാദമായിരുന്നു. പുള്ളിക്കാരിക്ക് വയറ് കാണിക്കുന്നതിനോട് പൂർണ്ണ താല്പര്യം ഉണ്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആണ് കാണിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല, വളരെ നല്ല കാര്യമാണ്. ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ പോരട്ടെ. അപ്പോ ഞാൻ രേണുവിന് ഇതാ ഒരു ഫ്രീ സബ് പ്രമാശം തരികയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലത്തെ സാധനങ്ങൾ കാണണമെങ്കിൽ കയറാം. രേണു തന്നെ സ്വന്തം വയറിനെ, തനിക്ക് വളരെ ഇഷ്ടമുള്ള, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ സ്നേഹമുള്ള വയറിനെ അഭിസംബോധന ചെയ്തത് വട എന്നാണ്. രേണു അഭിസംബോധന, ഞാൻ പറഞ്ഞില്ല കേട്ടോ, രേണു തന്നെ പറഞ്ഞതാണ്. എന്റെ വട കാണുന്നുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് പൊതിയുന്നൊരു സാധനം. അപ്പോ രേണു കാണിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സജീന ബ്ലോഗ്സ് രേണുവിനോട് ഇവിടെ പൊത്തണമെന്ന് പറഞ്ഞു. സജീന പറഞ്ഞ രേണു പൊത്തും എന്നാണ് സജീന പറഞ്ഞത്. ശേഷം സജീന മാറ്റി പറഞ്ഞു, ഇങ്ങനെയൊക്കെ അവളുടെ ഇഷ്ടം, അവള് കഴിഞ്ഞ മറ്റേ ഇനോഗ്രേഷൻ അവള് പൊത്തിയല്ലോ, അതാണ് ഞാൻ പറഞ്ഞ അവള് പൊത്തും. പൊത്താൻ പറഞ്ഞ കണ്ണും പൂട്ടി പൊത്തിയിരിക്കും. ഇതാണോ പൊത്തിയത്? രേണു ഇട്ട അടുത്തൊരു സാധനമാണ് ഇത്. ഇത് മാന്യമായിട്ടുള്ള ഫോട്ടോ ആണോടെ? ഇതിനെ നമ്മുടെ നാട്ടിൽ ലേശം ശരീരഭാഗം കാണിക്കുക തന്നെയല്ലേ പറയുന്നത്. ഇതിങ്ങനെ കാണിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല പ്രിയ മിത്രമേ. നിങ്ങൾക്ക് കാണിക്കണേ കാണിക്കാം, നിങ്ങൾക്ക് കാണിക്കണ്ടെങ്കിൽ കാണിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 2 മക്കൾ വളർന്നു വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ മകൻ വളർന്നു വരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാലത്ത് ഈ ഫോട്ടോസ് അവന്റെ കയ്യിൽ കിട്ടുകയാണെന്ന് നിങ്ങൾ വെച്ചോ, അല്ലെങ്കിൽ അവന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ നിന്റെ അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് സ്ഥിരം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവർ പറയുന്നുണ്ട്, 2 പിള്ളേരെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട്. ഇങ്ങനെയാണോ 2 പിള്ളേരെ നോക്കാൻ വേണ്ടി ജീവിക്കണ്ടേ? ഈ കിച്ചു എന്ന് പറയുന്നൊരു മോനുണ്ടല്ലോ, അവന്റെ കൂട്ടുകാര് 21 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള കൂട്ടുകാരാണ് ഇവരുടെ എല്ലാം. ഇവന്മാരാരെങ്കിലും ഈ ഫോട്ടോ കണ്ട എന്തായിരിക്കും പറയണേ? അവന്റെ അമ്മ ഈ സാധനം അല്ലേ വരത്തുള്ളൂ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഈ രേണുവിനെ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം കണ്ടന്റുകൾ അടിപൊളിയെ കിടക്കാച്ച സൂപ്പർ എന്ന് പറയുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ആരെങ്കിലും അമ്മമാർ ഇത്തരത്തിലൊരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു വസ്ത്രധാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. രേണുവിന് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാം, രേണുവിന് കാണിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ കാണിക്കാം, രേണുവിന് കാണിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കേണ്ട, അതൊക്കെ രേണുവിന് ഇഷ്ടമാണ്. രേണു കംഫർട്ടബിൾ ആണെങ്കിൽ അതൊക്കെ ചെയ്തോളൂ, യാതൊരു പ്രശ്നമില്ല. പക്ഷേ നെഗറ്റീവ് രേണുവിന് നന്നായിട്ട് ഈ സാധനം നാട്ടുകാരെടുത്ത് പുറത്തിടുന്നുണ്ടെന്ന്. സോ കൂടുതൽ വൈറലാക്കാനും രേണുവിനത് ചാൻസ് ആണ്. ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ച് രേണു ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ ഇടുന്നതാണ്. ഇത് കണ്ടിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവന്മാർ സബ്സ്ക്രൈബ് ചെയ്ത് കയറും. രേണുവിന് അതിനെല്ലാം ക്യാഷ് ആണ്. പുള്ളിക്കാരി ഭയങ്കര ബ്രില്യന്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചൊക്കെ ബ്രില്യന്റ് ആണ്. പൈസ ഉണ്ടാക്കാൻ പഠിച്ചു പുള്ളിക്കാരി, സോഷ്യൽ മീഡിയ റീച്ച് നിലനിർത്താനൊക്കെ പഠിച്ചു. ഇതൊക്കെയാണ് സംഭവം. പുള്ളിക്കാരുടെ സബ്സ്ക്രൈബ്ഡ് കണ്ടന്റുകൾ താല്പര്യമുള്ളവർ പുള്ളിക്കാരി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്താ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ തരികയാണ്. ഇപ്പോ 159 രൂപയാണ് നിലവിലുള്ളത്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് രേണുവിന്റെ പിള്ളേരെ നോക്കുക എന്നുള്ള പദ്ധതിക്ക് വലിയൊരു വിജയം നൽകണമെന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് താഴ്മയായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ തീർച്ചയായിട്ടും